നല്ലൊരു മാങ്ങാച്ചാറും അമ്പലത്തിലേക്ക് പോയ വിശേഷവും വീട്ടിലേക്ക് പോയ വിശേഷവും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇന്ന്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ സമയം രാവിലെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനും അമ്മയും കൂടിയാണ് കേട്ടോ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയായിക്കൊണ്ട് ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് ഓട്ടോ പറഞ്ഞിട്ട് മുറ്റത്തിറങ്ങി നിൽക്കുവാണേ. കുഞ്ഞുപെണ്ണ് രാവിലെ തന്നെ ഓരോ പരിപാടികളും കാര്യങ്ങളായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ചെടികളുടെയും പൂക്കളുടെയൊക്കെ കുറച്ചൊരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഓട്ടോയൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. ഇപ്പം അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിഷുവോടനുബന്ധിച്ച് ഇവിടെ ഫ്രൂട്ട്സും എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ ഈ അമ്പലത്തിനടുത്ത് ഇഷ്ടംപോലെ പൂജാ സ്റ്റാളുകളുണ്ട്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കുറേ സ്റ്റാളുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഉത്സവം ആയതുകൊണ്ട് തന്നെ ബജിക്കടകളും അതുപോലെ തന്നെ പാനിപൂരി, പിന്നെ പായസം, പിന്നെ അതുപോലെ തന്നെ വള, മാല, കമ്മൽ അങ്ങനെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ. അതുപോലെ സന്ധ്യയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല പോലെ ലൈറ്റും കാണാം. ക്ഷേത്രത്തിന് ഫ്രണ്ടിൽ വലിയൊരു ആർച്ചാണ് കേട്ടോ. ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഉണ്ണിയപ്പം വാങ്ങിക്കണം എന്നുള്ളതുകൊണ്ട് അതിനുള്ള രസീതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ എപ്പോഴും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. ഈ ഒരു ചൂടും തിരക്കും ഒന്നും ആരും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഉച്ചയ്ക്ക് അന്നദാന സദ്യയൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നും അടുക്കാനേ പറ്റത്തില്ല. എന്തായാലും ഞങ്ങളിവിടെ വന്ന നല്ല സമയത്തായിരുന്നു കേട്ടോ. ശീവേളി നടക്കുവാണ്, അതുപോലെ തന്നെ ഭഗവാന്റെ എഴുന്നള്ളത്ത് നടക്കുവാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ കൊച്ചു പെൺകുട്ടികളുടെ വിളക്കെടുപ്പൊക്കെ നടക്കുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. ഇത് രാവിലെയും വൈകുന്നേരവും ഉണ്ട്. ഈ ഗണപതി ക്ഷേത്രത്തിൻ്റെ പുറകിൽ ഒരു പടിഞ്ഞാറ്റിങ്കര ശിവക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ടാണ് പ്രശസ്തനായ പെരുന്തച്ചൻ വരുന്നത്. പക്ഷേ അവിടെ കിടന്നൊരു പ്ലാവകഷ്ണം എടുത്തിട്ടാണ് ഇതുപോലൊരു ഗണപതിയുടെ രൂപമൊക്കെ ഇവിടെ കൊത്തി വെച്ചത്. ഈ ക്ഷേത്രത്തിലും ശിവൻ്റെ പ്രതിഷ്ഠ ഉണ്ടെങ്കിലും പേര് കേട്ടത് ഈ ഗണപതിക്കുട്ടൻ്റെ പേരിലാണ് കേട്ടോ. ഇതിനെപ്പറ്റി വിവരിക്കുന്ന നമ്മുടെ കൊട്ടാരത്തിൽ ശങ്കരനയുടെ ഐതിഹ്യമാലയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടേ. അങ്ങനത്തെ ഞങ്ങൾ തൊഴുതിട്ട് പുറത്തിറങ്ങി. ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണണമെങ്കിൽ രാത്രി തന്നെ വരണേ. കുളത്തിലാണെങ്കിൽ ഇഷ്ടംമാതിരി മീനുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അടുത്തൊരു ഹോട്ടലിൽ കയറിയിട്ട്, ഇതൊരു പഴയ കാലത്തെ ഹോട്ടലാണ് കേട്ടോ. പണ്ട് മുതലേ ഉള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. പക്ഷേ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ കയറി മസാല ദോശയൊക്കെ കഴിച്ചു. മോന് വേണ്ടിയിട്ട് പാഴ്സലൊക്കെ മേടിച്ചുകൊണ്ട് പോയി. ഒരു നല്ലൊരു ടേസ്റ്റാണ്. പണ്ടത്തെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഒത്തിരി വിലയും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിനുള്ളിൽ മസാലയൊക്കെ ഇഷ്ടം പോലെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും വെയിൽ ഭയങ്കരമായിട്ടായിട്ടുണ്ട്. നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. മോളപ്പം TTCക്കാണ് പഠിക്കുന്നത്. അവരുടെ വിഷു സദ്യയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങാച്ചാർ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനത്തെ ഞാനിവിടെ കുറേ മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നലെ രാത്രി തന്നെ അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ബേസിനകത്താക്കി അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് മുമ്പ് നല്ലൊരു കടുമാങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നല്ലെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതൊരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു എരിവില്ലാത്ത നല്ല പിരിയൻ മുളകുണ്ടല്ലോ, അത് ഏകദേശം 1/2 കപ്പ് എടുത്തിട്ടില്ല. അതിന് തൊട്ട് താഴെ നിൽക്കത്തക്ക രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പം അതിലേക്ക് 1 ടീസ്പൂണിൽ കൂടുതൽ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തു. മുഴുവൻ ഉലുവയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു 2-3 വറ്റൽ മുളക് നന്നായിട്ടിങ്ങനെ മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കുറച്ച് കൂടുതൽ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട്, പിന്നെ കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ചെറിയ തീയിലിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഒരു സമയം തന്നെ പൊടിക്കായ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിപ്പം ഞാൻ കുറച്ചേ ചേർത്ത് കൊടുത്തോളൂ, കാരണം ഈ ഒരു LGയുടെ കായത്തിന് നല്ലൊരു മണമാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സദ്യയ്ക്ക് വിളമ്പുമ്പോൾ ഒരു ഇച്ചിരി ചാറും കൂടി നിൽക്കത്തക്ക രീതിയിലായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വെള്ളം ചൂടാക്കി ഒഴിച്ചു കൊടുത്തത്. തന്നെയല്ലേ കാശ്മീരി മുളക് പൊടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറുകും. അതുകൊണ്ടാണ് നമ്മൾ മാങ്ങാ കഷ്ണം ഉപ്പ് വരട്ടിയാണ് വെച്ചെങ്കിൽ പോലും ഈ അരപ്പിന് ഉപ്പ് വേണം. അതുകൊണ്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ഒന്ന് സിമ്മിൽ വെക്കണം. അപ്പോൾ സിമ്മിൽ വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്കിത് എണ്ണ തെളിഞ്ഞ് വരത്തുള്ളേ.
അപ്പോൾ വെള്ളം കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിക്കരുത് ഒരിക്കലും. അച്ചാറിന് നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇരിക്കുന്നെങ്കിലും നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് വരുമ്പം കറക്റ്റായിട്ട് നന്നായിട്ട് ചേർന്ന് വന്നോളേ. അങ്ങനത്തെ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുക്കണം. നമ്മൾ റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തണുത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് കുറുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തവും മാങ്ങ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ പെരടത്തിൽ തന്നെയുള്ള മാങ്ങയാണ്. നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. കിളിച്ചുണ്ട മാങ്ങയാണേ. ഇതിന് നല്ല പുളിയാണ്. അച്ചാറിടാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പണ്ട് ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മ ഉള്ളപ്പം ഈ ഒരു മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അച്ചാറിടുമായിരുന്നേ. ആ ഒരു അച്ചാറിനൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ അമ്മ നല്ല അടിപൊളിയായിട്ട് അച്ചാറിടുമായിരുന്നു കേട്ടോ. നാരങ്ങ അച്ചാറായാലും മാങ്ങ അച്ചാറായാലും എല്ലാം കുറച്ച് സമയമെടുത്ത് സാവകാശമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അത് ചെയ്ത് വരുമ്പം കുറേ നാളിരിക്കുകയും ചെയ്യും. നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നേ. അങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുവാണേ. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. അത് നമ്മളിവിടെ കടുക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ കായം ഇല്ലേ, കായപ്പൊടി, അതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. കുറച്ച് കൂടുതൽ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇപ്പം ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ മാങ്ങ അരിഞ്ഞ് വെച്ചപ്പോഴത്തേക്കും അതിനകത്ത് ഉപ്പ് പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി മിക്സ് ചെയ്താണ് വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അച്ചാറിന്. ഇനി ഇത് ഇരിക്കും തോറും ഇതിൻ്റെ രുചിയും ടേസ്റ്റും എല്ലാം കൂടി വരത്തേ ഉള്ളൂ. ഇത് നന്നായിട്ടങ്ങ് തണുത്ത് സെറ്റായിട്ട് വന്നതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി അടച്ച് വെച്ചേക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അച്ചാറിടാം. ഒരിക്കലും നമ്മൾ ചൂടായിരിക്കുന്ന അരപ്പിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കരുതേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് അങ്ങനെ വലുതായിട്ട് ഒന്നും ആഹാരമൊന്നും ഉണ്ടാക്കിയില്ല. ഇന്നലത്തെ മീൻകറിയും ഇന്നലത്തെ മരിച്ചീനിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. ഇനി വൈകുന്നേരം നമ്മൾ പോകുന്നത് വീട്ടിലേക്കാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്മ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബാംഗ്ലൂരിലൊക്കെ പോയ സമയത്ത് അമ്മ ഇവിടെ ആയിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനും ഹസ്ബൻഡും മോനും കൂടിയാണ് പോകുന്നത്. നല്ല വെയിലായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങളൊരു 5 മണി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നതാണ്. തന്നെയല്ല ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി പോയിട്ട് ഇന്നലെ വൈകിട്ട് ഒരു 3 മണി കഴിഞ്ഞപ്പം പോയിട്ട് ഇന്ന് രാവിലെ ഒരു 11 മണി ആയപ്പോഴാണ് വന്നത്. അപ്പം മോനാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. ഹസ്ബൻഡ് കൂടെ തന്നെ ഇരിപ്പുണ്ട്. അതിനിടയ്ക്ക് വണ്ടി നേരെ ഓട്ടിക്കാത്തതിനും ഇതിനൊക്കെ അവിടെ ബഹളങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഞാൻ വോയിസ് കട്ട് ചെയ്ത് അങ്ങനെ നമ്മളിത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 7:15 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയൊക്കെ ആയാലും നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര സന്തോഷമാണ്. വീടെത്താറാവുമ്പോഴൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണല്ലേ. അത് ഞാൻ മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ. അപ്പോൾ ക്ഷേത്രത്തിൽ നട തുറന്നിട്ടുണ്ടായിരുന്നു മുത്താരമ്മൻ കോവിലിൽ. പക്ഷേ കയറി തൊഴാനൊന്നും നിന്നില്ല, താമസിക്കുമെന്ന് വിചാരിച്ചിട്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കും അനിയത്തി ഇതുപോലെ ഇടിയപ്പവും പിന്നെ വെജിറ്റബിൾ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വടയൊക്കെ പുറത്തുനിന്ന് മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അധിക നേരം നമുക്കവിടെ നിൽക്കാനുള്ള സമയമൊന്നുമില്ല. പിന്നെ പിള്ളേഴ്സിൻ്റെ കൂടെ കുറച്ച് സമയം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നേ. അവന്മാരെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നിന്നതാണ്. പക്ഷേ അമ്മയില്ലാതെ വലിയ പാടാണ് അവന്മാർക്ക് വരാൻ. അങ്ങനെ എല്ലായിടത്തും ടാറ്റ പറഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നല്ല വിഷമമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം. കുറേ സമയമൊക്കെ അവിടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ തോന്നും. പക്ഷേ ഇപ്പം മിക്കവാറും വീട്ടിലോട്ട് പോകുന്നത് ഇതുപോലെയൊക്കെയാണ്. സമയക്കുറവും ബാക്കിയുള്ള തിരക്കുകളും എല്ലാം കാരണം അങ്ങനെയാണ് എപ്പോഴും വരുന്നത്. അങ്ങനെ അമ്മ കുറച്ച് സമയം വീട്ടിൽ നിന്നപ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമായിരുന്നേ. ഇനിയിപ്പോൾ എന്തായാലും അമ്മ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. രാത്രി എന്തായാലും ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. കാരണം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എന്തായാലും അമ്പലത്തിൻ്റെ അതുവഴി വരാൻ പറ്റത്തില്ല. പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ആയി. ഇപ്പം തന്നെ 10 മണിയായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.